മാർച്ച് 6-ന് കൗതുക കാഴ്ചകൾ ഈ രാഷ്ട്രീയ കേരളത്തിന് നൽകിയ പുതുയുഗ യാത്ര തീരുകയാണ് സതീശന്റെ. ഓരോ ദിവസവും കൗതുക കാഴ്ചകളെ ഈ സംസ്ഥാനത്തിന് സമ്മാനിച്ച ഒരു പ്രതിപക്ഷ നേതാവും നാളിതുവരെ നയിക്കാത്തത്ര സംഭവബഹുലമായ ജാഥയാണ് സതീശൻ നയിച്ചതെന്ന് പറയാതെ വയ്യ. ഓരോ ദിവസവും നമ്മൾ പറഞ്ഞത് തന്നെയാണെങ്കിലും ആവർത്തിച്ചു പോവുകയാണ്. കാസർഗോഡ് കുമ്പളയിൽ സുധാകരൻ ഇറങ്ങിപ്പോയത് മുതൽ ഇങ്ങനെ ഓരോ ദിവസവും ഈ നാടിന് പറഞ്ഞു ചിരിക്കാൻ, ഈ നാടിന് കൗതുക കാഴ്ചകളായി മാറിയ വിസ്മയ കാഴ്ചയെന്ന് സതീശൻ പേരിട്ട് വിളിക്കുന്ന പുതുയുഗയാത്ര അവസാന മണിക്കൂറുകളിലേക്ക് നോക്കൂ നിങ്ങൾ. ആ വേദിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരവസ്ഥ, ഒരു നേതാവ് നിന്നിങ്ങനെ സതീശനെ വിളിക്കാൻ പോവുകയാണ് സ്വീകരിക്കാനായി. അപ്പോൾ പെട്ടെന്നൊരു പ്രവർത്തകൻ സ്റ്റേജിലേക്ക് ഓടി വന്നിട്ട് മൈക്ക് തട്ടിമാറ്റിയിട്ട് പറയാണ്, പ്രസാദേ, നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റേജിൽ ബഹളമുണ്ടാക്കരുത്. നമ്മുടെ ഈ ജാഥ ക്യാപ്റ്റൻ സതീശന്റെ അവമാനിക്കുന്ന രീതിയിൽ ഒന്നും ഇവിടെ നടന്നുകൂടാ എന്ന് മൈക്കിലൂടെ പറയുകയാണ്. കോൺഗ്രസ് നേതാക്കളുടെ അച്ചടക്കമില്ലായ്മ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഷോക്കേസ് ചെയ്യപ്പെട്ട ഒരു ജാഥയല്ലേ പുതുയുഗയാത്ര? നോക്കൂ നിങ്ങൾ, ഓരോ സ്ഥലത്തും അച്ചടക്കമില്ലായ്മ. അടിമാലിയിൽ, കുമ്പളയിൽ, കുറ്റിയാടിയിൽ, പേരാമ്പ്രയിൽ, പാലായിൽ, ഓരോ സ്ഥലത്തും, ചെങ്ങന്നൂരിലൊക്കെ നമ്മൾ കണ്ടു. അവിടെ അണികളെ അടക്കിയിരുത്താൻ പാടുപെടുന്ന കോൺഗ്രസ് നേതൃത്വം. ബംഗാളികളെ കൂലിക്ക് കൊണ്ടുവന്ന് ത്രിവർണ്ണ ഷാൾ പുതപ്പിക്കാൻ നോക്കുമ്പോൾ സതീശനെ തിരഞ്ഞ് 500 രൂപയ്ക്ക് കൂലിക്ക് കൊണ്ടുവന്ന ബംഗാളി നടക്കുന്നത് കണ്ടില്ലേ രാഷ്ട്രീയ കേരളം? ഇങ്ങനെ എത്രയെത്ര കാഴ്ചകളാണ് നമുക്ക് ഈ പുതുയുഗയാത്ര സമ്മാനിച്ചത് എന്നുള്ളതാണ്. പുതുയുഗയാത്രയിൽ ചർച്ച ചെയ്ത കാര്യപാത്ര പ്രസക്തമായ ഒരു കാര്യം പറയൂ. എന്താണ് ഈ സർക്കാരിനെതിരെ പുതുയുഗയാത്രയിൽ സതീശൻ ഉയർത്തിയ മുദ്രാവാക്യം? ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനുകളുണ്ട്, എല്ലാം ഇപ്പോൾ പറയുന്നില്ല, ഞങ്ങളെല്ലാം വരുമ്പോൾ ചെയ്യാമെന്ന് കണ്ണിറക്കി മാധ്യമങ്ങളുടെ മുമ്പിൽ വേദിയിൽ നിന്ന് പറഞ്ഞതോ? പരിപൂർണ തോൽവിയായ പുതുയുഗയാത്രയാണ് സമാപനത്തിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് വൃത്തങ്ങൾ, വലത് ഹാൻഡിലുകൾ കൂട്ടമായി വന്ന് അതിനെ തടുത്തു നിർത്താൻ ശ്രമിച്ചിട്ടും, അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ശ്രമിച്ചിട്ടും തരിശായി പോയ ഒരു പുതുയുഗയാത്ര. ചുവടെ വരുന്ന വീഡിയോ കൂടി നിങ്ങൾ കാണുക, കൗതുക കാഴ്ചയുടെ അവസാന മണിക്കൂറുകളിലേക്ക്. ശരിയല്ല കേട്ടോ പ്രസാദേ, ഇത് വിളിക്കും, ഇത് പറഞ്ഞാൽ പിന്നെ അത് ശരിയല്ല. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട UDF ചെയർമാൻ, ദയവായി ഈ സ്വീകരണ പരിപാടികൾ നമ്മൾ ഇതിന് ശേഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദയവായി ഇത് അച്ചടക്കം പാലിക്കണം. ദയവായി സ്വീകരണം അതിന് ശേഷം മതി. ശ്രീ VD സതീശൻ അവരുടെ പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ പുനലൂരിലെ ബണ്ടിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് ശരിയല്ല കേട്ടോ പ്രസാദേ, ഇത് വിളിക്കും, ഇത് പറഞ്ഞാൽ പിന്നെ അത് ശരിയല്ല. നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കണം. നമ്മളിവിടെ അച്ചടക്കത്തോടു കൂടി നിങ്ങളുടെ എല്ലാം പേരുകൾ വിളിക്കും. ആ പേര് വിളിക്കുമ്പോൾ ഇവിടെ വരിക, ഓരോരുത്തരും വന്ന് മാലയിട്ട് കഴിഞ്ഞാൽ അത് ആരാണെന്ന് പോലും നമ്മുടെ നേതാവ് അറിയത്തില്ല.